അതെ, ഇന്നലെ കോൺട്രാക്ടറിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു നിങ്ങള്? ഞാൻ അയാളെ രാവിലെ വിളിച്ചിരുന്നു. അപ്പൊ അയാളെന്തോ തിരക്കിലേക്കാണ്. വൈകിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ല. ഇങ്ങോട്ട് വിളിച്ചില്ല, നിങ്ങൾക്ക് അങ്ങോട്ടൊന്ന് തിരിച്ചു വിളിച്ചൂടെ? സത്യം പറഞ്ഞ ഞാൻ മറന്നുപോയി. മറന്നുപോയോ? അവിടെ പണി കിടക്കുന്നവരെ നിങ്ങൾ ഇവിടെ കയറി ഇരുന്നപ്പോ അങ്ങ് മറന്നുപോയല്ലേ? എന്ത് വർത്താനമാണ് സീതേ നീ പറയണത്? പിന്നെ ഞാൻ അവിടുത്തെ പണിയുടെ കേസൊന്നും മറന്നിട്ടില്ല. നീ 2-3 ദിവസമായിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഇപ്പൊ എവിടെ നിന്ന് ഓർത്തെടുത്ത് വന്നിട്ട് നീ ആളാ വന്ന് നോക്കണം ആ പണിയുടെ കേസും പറഞ്ഞുകൊണ്ട്. ഇപ്പൊ ഞാൻ ആളാവാൻ വേണ്ടി പറയാന്നാണോ പറഞ്ഞത്? അവിടെ പണി കിടക്കുമ്പോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാ എങ്ങനെയാ ശരിയാവുന്നത്? അവിടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ? ജോലിക്കാരൊക്കെ വരുന്നുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ഞാൻ കൃത്യസമയത്ത് അന്വേഷിക്കുന്നുണ്ട്. നീയാണ് ഉഴപ്പണത്. എന്നിട്ട് നീ എന്നെ കുറ്റം പറയണം. ഞാൻ എന്താ ഉഴപ്പിന്നാ ചേട്ടാ ഈ പറയുന്നത്? ഇപ്പൊ ഞാനല്ലേ ഇത് വന്ന് ചോദിച്ചത്? ഇപ്പൊ ഞാൻ ചോദിച്ചാണല്ലോ കുറ്റം. കൂടുതലൊന്നും ഞാൻ ചോദിക്കായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുമല്ലോ. ഞാനൊന്ന് അങ്ങ് പോയേക്കാം. എവിടെ പോണു? അവിടെ നിൽക്ക്. നിങ്ങളോട് സംസാരിക്കാൻ നല്ല അടുക്കളയിലോട്ട് പോകുന്നതാ. നീ അവിടെ നിൽക്ക് സീതേ. കഴിഞ്ഞ ദിവസം ആ കോൺട്രാക്ടറെ വിളിച്ചപ്പോ അയാൾ പറയാണ് നമ്മൾ ഉദ്ദേശിച്ചോടത്തൊന്നും കാര്യം നടക്കൂലെന്നാണ്. എങ്ങനെ? മനസ്സിലായില്ല. എടീ, ഈ സാധനങ്ങൾക്കൊക്കെ, അതായത് കമ്പിക്കും സിമെന്റിനൊക്കെ അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉദ്ദേശിച്ച റേറ്റിൽ നിൽക്കൂല. റേറ്റ് ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാ പറയണത്. അതെങ്ങനെയാ പറഞ്ഞേ ശരിയാവുന്നേ? ഒരു കാര്യം ചെയ്യാം, അവരോട് പറഞ്ഞേക്ക്. ഉള്ള റേറ്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു എസ്റ്റിമേറ്റ് റേറ്റ്, ആ റേറ്റിൽ പണി അങ്ങ് നിർത്തിയേക്കാൻ പറ. കൂടുതൽ പൈസ ഒന്നും കൊടുക്കാൻ ഇവിടുന്ന് ഇല്ലെന്ന് പറ. എന്താ മോളെ കാര്യം? എൻ്റെ അമ്മ ഒന്നും പറയണ്ട. ആദ്യം ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ചു, അയാൾ കണക്കാന്ന് പറഞ്ഞ് വേറൊരാളെ ഏൽപ്പിച്ചു. ഇപ്പൊ അയാൾ അവിടെ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് തമ്പുരാന് മാത്രം അറിയാം. ആളുകൾ ചെയ്യൊന്നും പറഞ്ഞോണ്ട് നോക്കിയിരുന്നാൽ ശരിയാവത്തില്ലേ? പോയി ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ വേണം. അച്ഛനിപ്പോ 5-6 ദിവസമായില്ലേ കുഴിപ്പുറത്തേക്കൊക്കെ പോയിട്ട്? അങ്ങോട്ട് പോകുന്നുമില്ല, കോൺട്രാക്ടറെ വിളിക്കൊന്നുമില്ല. ആര് പറഞ്ഞു? ഞാൻ കഴിഞ്ഞ ദിവസം കൂടി വിളിച്ചതാണല്ലോ അയാളെ. അങ്ങനെ വിളിച്ചാൽ മാത്രം പോരാ. ആഴ്ച 2 ദിവസമെങ്കിലും അവിടെ പോയി എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി കാണണം. അപ്പൊ അച്ഛൻ ഇന്ന് പോകുന്ന അച്ഛാ? ഇന്ന് പോവാനൊരു മൂഡില്ല. ഇന്ന് കേശുമായിട്ട് കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നാളെ പോയിക്കോളാം. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ മിണ്ടാണ്ടിരിക്കും അമ്മേ? കണ്ടില്ലേ പറഞ്ഞത്, അങ്ങോട്ട് പോവാൻ മൂടില്ലെന്ന്. നിങ്ങൾക്കൊന്ന് പൊയ്ക്കൂടെ അങ്ങോട്ട്? ഞാൻ പോകാറുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. പിന്നെ എന്താണ് സീതയെ നീ വർത്താനം പറയണത്? നിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഞാൻ വിളിക്കുമല്ലോ. അപ്പൊ നീ പറയും ചേട്ടൻ പോയിട്ട് വാ, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊരു മൂഡില്ല എന്നൊക്കെ നീയല്ലേ പറയണത്. എന്നിട്ട് ഇപ്പൊ ഡയലോഗ് അടിക്കണം. ഞാനിപ്പൊ അങ്ങോട്ട് കൂടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളല്ലേ അവിടെ പോയല്ലോ ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ടത്. എല്ലാത്തിനും അഭിപ്രായം ഉണ്ടല്ലോ, അതിനൊരു കുറവുമില്ല. എന്തായാലും നാളെ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാ മതി. എല്ലാ കാര്യവും ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ഇങ്ങേരത് ചെയ്യത്തില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രവിചാണ്ടിന്റെ അടുത്തും ആ രാഘവൻചാണ്ടിന്റെ അടുത്തും പവർ കട്ട് ഇപ്പൊ എത്ര നേരമുണ്ട്? രാവിലെ ആണോ വൈകുന്നേരമാണോ? ഏതൊക്കെ വീടുകളിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്, അങ്ങനെ നാട്ടുകാർ മുഴുവൻ അറിയണമല്ലോ. വീട്ടിലെ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പറഞ്ഞ സമയത്ത് പറഞ്ഞ കാശിൽ പണി തീർന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾ ശരിക്കും അപ്പം അറിയും. ഇതിപ്പോ എല്ലാം കൂടി എന്റെ